ഒക്ടോബർ 2-ാം തീയതി റോസറി വാറിൻ്റെ 2-ാം ദിവസമായി ഇന്ന് നമ്മുടെ പ്രിയപ്പെട്ട ഭവനങ്ങളെ, കുടുംബങ്ങളെ നമ്മൾ സമർപ്പിച്ച് പ്രത്യേകമായി പരിശുദ്ധമ്മയുടെ അതിശക്തമായ മാധ്യസ്ഥം നമ്മൾ തേടി പ്രാർത്ഥിക്കുന്ന സമയമാണ്. ഓ ദൈവത്തിൻ്റെ ആത്മാവെ, ഞങ്ങളുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്നാഗ്രഹിച്ച് ഒരു വ്യക്തിയും ആയിരിക്കുന്ന സ്ഥലം ആയിരുന്നു കൊണ്ട് കരങ്ങളടിച്ച് നമുക്ക് ചേർന്ന് പാടി ഈശോയെ ആരാധിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ദൈവത്തിന്റെ രൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ, ദൈവത്തിന്റെ രൂഹായേ എന്നെ ശുദ്ധീകരിക്കണമേ, യേശുവിന്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ, യേശുവിന്റെ ആത്മാവേ എന്നെ വിശുദ്ധീകരിക്കണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, 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 തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, കുടുംബങ്ങളെ യേശു കടന്നുവരാൻ വേണ്ടി ആഗ്രഹിക്കണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, കുടുംബങ്ങൾ അഭിഷേകമുള്ള കുടുംബങ്ങളായി മാറാൻ വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് രക്തത്താൽ കഴുകണമേ, തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ, ശക്തിയോടെ വിളിക്കുന്നു യേശുവേ, യേശുവേ, റബീഷ് റബീഷ് യേശുവേ, യേശുവേ, റബീഷ് യേശുവേ, യേശുവേ, റബീഷ് യേശുവേ, യേശുവേ, റബീഷ് യേശുവേ, എല്ലാ ഭവനങ്ങളെയും ഓരോ വ്യക്തിയെയും ഓ ദൈവമേ തിരിച്ചറിയാൻ കഴിയണമേ എന്ന് യേശുനാമത്തെ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചറിയാൻ വിശുദ്ധീകരിക്കണമേ, തിന്മയുടെ ബന്ധനങ്ങൾ കുടുംബങ്ങളിൽ നിന്ന് യേശുനാമത്തെ വിട്ടുപോകട്ടെ. ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. ശാന്തമായി നമുക്കിരിക്കാം. ശാലോം ടെലിവിഷൻ ഒരുക്കുന്ന റോസറി വാറിൻ്റെ 2-ാം ദിവസമായി ഇന്ന് പ്രത്യേകമായി തിരുവസ്തുരൂപനായ ഈശോയുടെ കരങ്ങളിലേക്ക് നമ്മൾ സമർപ്പിച്ച് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഈ ലോകം മുഴുവനുമുള്ള ഓരോ ഭവനങ്ങളെയും നമ്മുടെ എല്ലാ കുടുംബങ്ങളെയും കർത്താവേ അങ്ങയുടെ വിലയേറിയ തിരിച്ചോരയാൽ കഴുകണമേ, ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കണമേ, ഞങ്ങളുടെ ഭവനങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ
തിരുകുടുംബങ്ങളായി രൂപാന്തരപ്പെടുത്തണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കുന്ന പുണ്യദിനമാണ്. പ്രിയമുള്ള ദൈവമക്കളെ, വിശുദ്ധ ബർത്തമേയൂസ് ഇപ്രകാരമാണ് പറയുക: കുടുംബത്തിൽ യഥാർത്ഥമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഭക്തിപൂർവം ജപമാല ചൊല്ലണം. വിശുദ്ധ ബർത്തമേയൂസ് സമാധാനമില്ലാത്ത, അസ്വസ്ഥതയുള്ള, പ്രശ്നങ്ങളുള്ള, തിന്മയുടെ സ്വാധീനമുള്ള, സമയം അകന്നു കഴിയുന്ന കുടുംബങ്ങളും കുടുംബാംഗങ്ങളും വിശുദ്ധീകരിക്കപ്പെടാൻ വേണ്ടി പറയുക. നമ്മുടെ ഓരോ ഭവനത്തിലും ദൈവികമായ സമാധാനവും ദൈവികമായ ശക്തിയും കടന്നു വരണമെങ്കിൽ വിശുദ്ധ ബർത്തമേയൂസ് പറയുക, കുടുംബങ്ങളിൽ യഥാർത്ഥമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഭക്തിപൂർവം ജപമാല ചൊല്ലണം. ആകയാൽ പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദിനങ്ങളിൽ ഭക്തിപൂർവ്വം നമ്മുടെ ജപമാല ചൊല്ലി നമ്മുടെ കുടുംബങ്ങളുടെ ഓരോ ഭവനത്തിനെയും വിശുദ്ധീകരണത്തിന് വേണ്ടി നമ്മൾ കാഴ്ചവെക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി വലിയ അടയാളങ്ങൾ, വലിയ വിടുതൽ, വലിയ അഭിഷേകം, വലിയ മാനസാന്തരം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവമായ കർത്താവ് നമ്മുടെ ഭവനങ്ങളിൽ സമൃദ്ധമായി വർഷിക്കും. പത്രോസിൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം തിരുവചനം ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. വചനം പറയുന്നു: നിങ്ങൾ എല്ലാവരും ഹൃദയ ഐക്യവും അനുകമ്പയും സഹോദര സ്നേഹവും കരുണയും വിനയവും ഉള്ളവരായിരിക്കുമേ. ഒരു കുടുംബം ദൈവികമായ കുടുംബമായി മാറണമെങ്കിൽ നാം എല്ലാം ആഗ്രഹിക്കുന്നു, ഓ ദൈവമേ, ഞങ്ങളുടെ ഭവനം ദൈവം വസിക്കുന്ന ഒരു ഭവനമായി മാറണം. ഞങ്ങളുടെ കുടുംബം ഒരു തിരുക്കുടുംബമായി മാറണം. ഞങ്ങളുടെ കുടുംബത്തിൽ ദൈവ ആത്മാവിൻ്റെ അതിശക്തമായ അഭിഷേകമുണ്ടാകണം. നമ്മളെല്ലാം നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, കുടുംബാംഗങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കുന്നത് അഭിഷേകവും ദൈവികമായ അനുഭവമുള്ള കുടുംബമായി നമ്മുടെ കുടുംബം മാറാൻ വേണ്ടിയാണ്. ഒരു കുടുംബം ദൈവത്തിൻ്റെ ഒരു ഭവനമായി മാറണമെങ്കിൽ ആ കുടുംബത്തിൽ വസിക്കുന്ന ഭാര്യയും ഭർത്താവും മക്കളും അതോടൊപ്പം മാതാപിതാക്കൾ, സഹോദരങ്ങൾ, ഇവരെല്ലാം കുടുംബം മുഴുവനും ഏതെല്ലാം രീതി ജീവിക്കണമെന്നാണ് പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനം 3-ാം അധ്യായം 8-ാം വചനത്തിൽ നമ്മെ പഠിപ്പിക്കുക. ഒന്നാമതായി, കുടുംബം അനുഗ്രഹത്തിൻ്റെ ഒരു ഭവനമായി, വിശുദ്ധീകരിക്കപ്പെട്ട ഒരു ഭവനമായി, സ്നേഹത്തിൻ്റെ ഒരു ഭവനമായി, വലിയൊരു കൂട്ടായ്മയുള്ള ഒരു ഭവനമായി മാറണമെങ്കിൽ ഒന്നാമതായി വിശുദ്ധ പത്രോസ് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുക, ഹൃദയ ഐക്യം കുടുംബ അംഗങ്ങളിൽ പ്രിയമുള്ള ദൈവമക്കളെ ഉണ്ടായിരിക്കണം. ഇന്ന് ഈ ശുശ്രൂഷയിലായിരിക്കുമ്പോൾ തിരുവസ്തുരൂപനായ ഈശോ നോക്കിക്കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുമോ, ദൈവമേ, ഞാൻ എൻ്റെ കുടുംബത്തിലെ ഓരോ വ്യക്തിയുമായി ഹൃദയ ഐക്യമുള്ള ഒരു വ്യക്തിയാണെന്ന് പറയാൻ സാധിക്കുമോ? ഞാൻ എൻ്റെ മാതാപിതാക്കളുമായി ഹൃദയ ഐക്യത്തിൽ കഴിയുന്നൊരു വ്യക്തിയാണ്. ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുമായി, ഞാൻ എൻ്റെ മക്കളുമായി, ഞാൻ എൻ്റെ സഹോദരങ്ങളുമായി ഹൃദയ ഐക്യത്തിൽ കഴിയുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഭവനം ദൈവത്തിൻ്റെ ഭവനമായി മാറണമെങ്കിൽ പൈശാചികമായ സ്വാധീനങ്ങളോ ബന്ധനങ്ങളോ ഭവനത്തിലേക്ക് കടന്നു വരാതിരിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം ഒന്നാമതായി നമ്മളെ പഠിപ്പിക്കുകയാണ്, ആ കുടുംബത്തിലെ ഓരോ വ്യക്തിയെയും ഹൃദയ ഐക്യത്തോടു കൂടി ജീവിക്കാൻ സാധിക്കണം. ഇനി രണ്ടാമതായി അപ്പസ്തോലൻ പറയുക, കുടുംബത്തിലെ ഓരോ വ്യക്തിയിലും ഉണ്ടാകേണ്ട മറ്റൊരു വലിയ അഭിഷേകം ഏതാണ് എന്ന് ചോദിച്ചാൽ അനുകമ്പ കുടുംബാംഗങ്ങളിൽ ഉണ്ടാകണം. ഓരോ വ്യക്തിക്കും കുടുംബത്തിലുള്ള മറ്റൊരു വ്യക്തിയോട് അനുകമ്പ തോന്നണം. കർത്താവായ യേശുവിൻ്റെ വലിയ ഒരു സ്വഭാവ സവിശേഷതയായിരുന്നു യേശു അനുകമ്പയുള്ള ദൈവമായിരുന്നു. യേശുവിൻ്റെ ശൈലി അനുകമ്പയുടെ ശൈലിയായിരുന്നു. കുടുംബ ജീവിതം നയിക്കുന്ന ഭാര്യയിലും ഭർത്താവിലും മാതാപിതാക്കളിലും മക്കളിലും സഹോദരങ്ങളിലും ആ കുടുംബത്തിലുള്ള മറ്റൊരു വ്യക്തിയോട് അനുകമ്പ തോന്നാൻ സാധിക്കണം. അനുകമ്പയോടെ നോക്കുവാൻ സാധിക്കണം. അനുകമ്പയോടെ
സംസാരിക്കാൻ സാധിക്കണം, അനുകമ്പയോടെ പ്രവർത്തിക്കാൻ സാധിക്കണം. ആ സമയം നമ്മുടെ കുടുംബം എന്തായി മാറുകയാണ്? തിരുകുടുംബമായി മാറുകയാണ്. മൂന്നാമതായി പത്രോസ്ലീഹ പറയുക, നമ്മുടെ കുടുംബത്തിലുണ്ടാകേണ്ടത് സഹോദര സ്നേഹമാണ്. സഹോദര സ്നേഹത്തിൽ ഒരു നിർമ്മലതയുണ്ട്. ഈ നിർമ്മലത കുടുംബ സ്നേഹത്തിലേക്ക് കടന്നു വരണം. സഹോദര സ്നേഹത്തിലേക്ക് പരസ്പരം വളർത്തുന്ന, പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ശൈലി കുടുംബത്തിലെ ഓരോ വ്യക്തിയിലും ഉണ്ടാകണം. ഇനി അവസാനമായി പത്രോസ്ലീഹ പറയുക, കുടുംബത്തിലെ ഓരോ വ്യക്തിയിലും കരുണയുണ്ടാകണം, വിനയമുണ്ടാകണം. നമ്മുടെ പ്രിയപ്പെട്ടവരോട് നമ്മൾ കരുണയോടെ പെരുമാറണം. മാതാപിതാക്കൾ മക്കളോട് കരുണ കാണിക്കണം. മക്കൾ മാതാപിതാക്കളോട് കരുണ കാണിക്കണം. ഇങ്ങനെ കരുണയോടുകൂടി ഒരു കുടുംബത്തിലെ ഓരോ വ്യക്തിയും പെരുമാറുമ്പോൾ, സംസാരിക്കുമ്പോൾ ദൈവത്തിൻ്റെ വചനം പറയുന്നു, ആ കുടുംബം തിരുകുടുംബമായി മാറുകയാണ്, വിശുദ്ധീകരിക്കപ്പെട്ട ഭവനമായി മാറുകയാണ്. അനേകം മാതാപിതാക്കളെ കുടുംബത്തിലെ ഓരോ വ്യക്തി, പ്രത്യേകിച്ച് മക്കൾ കരുണയോടുകൂടി ആ മാതാപിതാക്കളോട് ഇടപഴകാറില്ല. വാർദ്ധക്യമെന്ന മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്നവരുണ്ട്. വാർദ്ധക്യമെന്ന മാതാപിതാക്കൾക്ക് ആവശ്യമായ സ്നേഹമോ ശുശ്രൂഷയോ പരിചരണമോ നൽകാത്ത മക്കളുണ്ട്. മക്കൾ ഒരുപക്ഷെ ചിന്തിക്കും, ദൈവമേ തിരക്കാണല്ലോ, വിദൂരങ്ങളിലാണല്ലോ, ജോലിയുടെ തിരക്കിൽ അകപ്പെട്ട് ജീവിക്കുകയാണല്ലോ, ബിസിനസ്സിന് തിരക്കിപ്പെട്ട് ജീവിക്കുകയാണല്ലോ. പക്ഷെ ദൈവത്തിൻ്റെ വചനം, പ്രിയമുള്ള മക്കളെ, ഓരോ കുടുംബത്തിലെ മാതാപിതാക്കളുടെ മക്കളെ നോക്കി ദൈവത്തിൻ്റെ വചനം പറയുക, നിങ്ങളുടെ ബിസിനസ്സിനേക്കാൾ, നിങ്ങളുടെ ജോലിയേക്കാൾ, നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെക്കാൾ ഏറ്റവും വലിയ സമയം കണ്ടെത്തേണ്ട വലിയൊരു ഉത്തരവാദിത്തം ദൈവം നമുക്ക് തന്നിരിക്കുന്നത് മക്കൾ എന്ന നിലയിൽ വാർദ്ധക്യമെന്ന മാതാപിതാക്കളെ ചേർത്ത് പിടിക്കുന്ന കരുണയുള്ള വിനയമുള്ള മക്കളായി മാറിയ ദൈവം നമുക്ക് നൽകുന്നത് സ്വർഗഭാഗ്യമാണ്. ഓരോ മാതാപിതാക്കളോടും മക്കൾക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്. മാതാപിതാക്കൾക്ക് മക്കളോടും ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ ഇന്ന് പല കാലഘട്ടങ്ങളിലും പല ഭവനങ്ങളിലും നമ്മൾ നോക്കുമ്പോൾ അനേക മാതാപിതാക്കൾ മക്കളോടുള്ള ഉത്തരവാദിത്തം നിറവേറ്റിയിട്ട് മക്കൾ വളർന്നു വലുതാകുമ്പോൾ മാതാപിതാക്കളോട് തിരിച്ച് മക്കൾക്ക് അടുത്ത ഉത്തരവാദിത്തം നിറവേറ്റാതിരിക്കുന്നുവെങ്കിൽ ദൈവത്തിൻ്റെ വചനം പറയുന്നു, അത് പാപമാണ്. ദൈവം നമുക്ക് നൽകിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നമുക്ക് നൽകിയ നമ്മുടെ ജീവിത പങ്കാളിയെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നമുക്ക് നൽകിയ പ്രിയപ്പെട്ട മക്കളെ നമുക്ക് സ്നേഹിക്കാം. ദൈവം നമുക്ക് നൽകിയ പ്രിയമുള്ള നമ്മുടെ സഹോദരങ്ങളെ നമുക്ക് സ്നേഹിക്കാം. ഇങ്ങനെയൊക്കെ സ്നേഹിക്കാനും കരുണ കാണിക്കാനും വിനയം കാണിക്കാനും സ്നേഹം കാണിക്കാനും അനുകമ്പ പ്രകടിപ്പിക്കാനും ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്ക് സാധിക്കണമെങ്കിൽ അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 2-ാം തിരുവചനത്തിൻ്റെ അഭിഷേകം ആ കുടുംബത്തിലുണ്ടാകണം. പ്രിയമുള്ള ദൈവമക്കളെ, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 2-ാമത്തെ തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുകയാണ്. ഇപ്രകാരമാണ്: കൊർന്നേലിയസും കുടുംബവും ദൈവഭയവും ഭക്തിയുമുള്ളവരായിരുന്നു. അവൻ ജനങ്ങൾക്ക് ഉദാരമായി ദാനധർമ്മം ചെയ്യുകയും ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്തു പോന്നു. വലതുകരമുയർത്തി സ്വരമുയർത്തി എന്ന് പറയാം, ഹല്ലേലൂയ. അഭിഷേകത്തോടെ പറയാം, ഹല്ലേലൂയ. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 2-ാം തിരുവചനം പഠിപ്പിക്കുകയാണ്. ഈ കുടുംബം എപ്രകാരമുള്ള കുടുംബമായിരുന്നു? ദൈവത്തോട് നിരന്തരം പ്രാർത്ഥിക്കുന്ന ഒരു ഭവനമായിരുന്നു. കുടുംബാംഗങ്ങളിൽ അനുകമ്പയും സ്നേഹവും കരുണയും വിനയവും ഇതെല്ലാം വെളിപ്പെടണമെങ്കിൽ, ഹൃദയ ഐക്യമുള്ള കുടുംബാംഗങ്ങളായി മാറണമെങ്കിൽ ആ കുടുംബത്തിൽ പ്രാർത്ഥന നിറഞ്ഞു നിൽക്കണം. അതുകൊണ്ടാണ് വിശുദ്ധ പത്താം പീയൂസ് പറഞ്ഞത്, നമ്മൾ ശ്രദ്ധിക്കുകയുണ്ടായി, കുടുംബങ്ങളിൽ യഥാർത്ഥമായ സമാധാനം ഉണ്ടാകണമെങ്കിൽ ഭക്തിപൂർവം ആ കുടുംബങ്ങളിൽ ജപമാല ചൊല്ലണം. നമ്മുടെ ഭവനങ്ങളിൽ പ്രിയമുള്ള ദൈവമക്കളെ, ജപമാല നമ്മൾ ശക്തിപ്പെടുത്തണം. എന്തുമാത്രം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥതയോടെ കുടുംബത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുവോ അത്രയധികമായ അനുഗ്രഹം
ദൈവമായ കർത്താവ് നമ്മുടെ കുടുംബങ്ങളിലേക്ക് സമൃദ്ധമായി ഭക്ഷിക്കുക. അതുകൊണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് ഡി സാലസ് ഇപ്രകാരമാണ് പറയുക. വിശുദ്ധം പറയുന്നു, പരിശുദ്ധ അമ്മയിലേക്ക് നമുക്ക് ഓടി അടുക്കാം. കൊച്ചുകുട്ടി തൻ്റെ അമ്മയുടെ മാറിൽ അഭയം പ്രാപിക്കുന്നത് പോലെ പരിശുദ്ധ അമ്മയിൽ നമുക്ക് അഭയം പ്രാപിക്കാം. പരിശുദ്ധ അമ്മയിൽ ഒരു കുടുംബം മുഴുവനും അഭയം പ്രാപിക്കുമ്പോൾ, ജപമാല ചൊല്ലുമ്പോൾ, മാതൃഭക്തിയുടെ കുടുംബമായി മാറുമ്പോൾ, ഒരു ദിവസം പോലും ശ്രദ്ധിക്കണമേ, ഒരു ദിവസം പോലും കുടുംബത്തിൽ ജപമാല പ്രാർത്ഥന ഉപേക്ഷിക്കാതെ 365 ദിവസവും ആ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബം അനുഗ്രഹത്തിൻ്റെയും അഭിഷേകത്തിൻ്റെയും വിടുതലിൻ്റെയും ദൈവ അനുഗ്രഹത്തിൻ്റെയും സമൃദ്ധിയുടെയും ഭവനങ്ങളായി ദൈവമായ കർത്താവ് എടുത്തുയർത്തും. അതുകൊണ്ട് ഈ ദിവസത്തെ ഈ ശുശ്രൂഷയിൽ നമ്മൾ ജപമാലയിൽ പ്രാർത്ഥിക്കുമ്പോൾ, ദൈവമേ, പരിശുദ്ധമ്മയുടെ കരങ്ങൾ വഴി ഞങ്ങളുടെ കുടുംബത്തെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവികമായ ശക്തി കുടുംബത്തിൽ വെളിപ്പെടുക. അപ്പനും അമ്മയും ജപമാല ചൊല്ലി മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ മക്കളിൽ ദൈവത്തിൻ്റെ അനുഗ്രഹം കടന്നു വരും. ഇങ്ങനെയുള്ള നിരവധിയായ അനുഭവ സാക്ഷ്യങ്ങൾ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. ആയിരക്കണക്കിന് അനുഭവ സാക്ഷ്യങ്ങൾ ജപമാല ചൊല്ലിയപ്പോൾ ദൈവം കുടുംബത്തിലെ അംഗങ്ങൾക്ക് നൽകിയ അനേകായിരം അനുഗ്രഹങ്ങൾ. ഒരിക്കലും അപ്പനും അമ്മയും വലിയ വേദനയോടുകൂടി ഒരു ശനിയാഴ്ച കൺവെൻഷൻ വന്ന് കൂടി വേദനയോടുകൂടി അവർ പറഞ്ഞു, വച്ചാ ഞങ്ങളുടെ മകൻ വിസയ്ക്ക് വിദേശത്തേക്ക് പോയിരിക്കുക. നീ വിസയുടെ കാലാവധി തീരാൻ ഏതാനും ദിവസങ്ങളേ ഉള്ളൂ. ആ മകന് വിസയുടെ കാലാവധി തീരുന്നതിന് മുമ്പ് ഒന്ന് ജോലി കിട്ടാൻ വേണ്ടി അച്ഛൻ പ്രാർത്ഥിക്കാമോ? അച്ഛാ, മകന് വിസയുടെ കാലാവധി തീരാൻ പോകുന്നതിന് മുമ്പ് ജോലി ലഭിക്കാൻ വേണ്ടി അച്ഛനൊന്ന് പ്രാർത്ഥിക്കാമോ? പ്രിയമുള്ളവരെ, അപ്പനും അമ്മയും തൊട്ടുമുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥന ചോദിച്ചു നിൽക്കുമ്പോൾ മാതാപിതാക്കളുടെ ശിരസ് കൈകൾ വെച്ച്, ദൈവമേ, ഈ പ്രിയപ്പെട്ട മാതാപിതാക്കളുടെ മകനെ പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ആ മകനിലേക്ക് ദൈവത്തിൻ്റെ ശക്തി കടന്നു വരാനും തടസ്സങ്ങളെല്ലാം വിട്ടുപോകാൻ വേണ്ടി ദൈവമായ കർത്താവിനെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ സമയം നൽകുന്ന ദൈവികമായ സന്ദേശം ഈ മാതാപിതാക്കളോട് നീ ഇപ്രകാരം പറയണം: 18 ദിവസം പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥയുടെ വിശ്വാസത്തോടെ ഒരു ജപമാല വീതം ചൊല്ലി മകൻ്റെ വിസയുടെ കാലാവധി തീരാൻ പോകുന്നതിന് മുമ്പ് ജോലി ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണം. 18 ദിവസം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാനാണ് ഈ മാതാപിതാക്കളോട് ദൈവമായ കർത്താവ് ആവശ്യപ്പെടുക. പ്രിയമുള്ള ദൈവമക്കളെ, ഈ ദൈവികമായ സന്ദേശം ഞാൻ ഈ അപ്പനെയും അമ്മയെ അറിയിച്ചപ്പോൾ അവർ വീണ്ടും കരഞ്ഞുകൊണ്ട് എന്നോട് പറഞ്ഞച്ചാ, ഇനി 18 ദിവസമില്ല, ഇനി 10 ദിവസം മാത്രമേ ഉള്ളൂ. 10 ദിവസത്തിനുള്ളിൽ ഞങ്ങളുടെ മകൻ അവിടെ ജോലി കിട്ടിയില്ല എങ്കിൽ മടങ്ങി പോരേണ്ടി വരും. പ്രിയമുള്ളവരെ, പിന്നീട് പ്രാർത്ഥിക്കുന്നില്ല, പിന്നീട് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവത്തിന് ആത്മാവ് വീണ്ടും നൽകുന്ന സന്ദേശം ഈ 18 ദിവസം ജപമാലയിൽ പ്രാർത്ഥിക്കുക. ഞാൻ ഈ അപ്പനെയും അമ്മയും നോക്കിയിട്ട് പറഞ്ഞു, ഈ 18 ദിവസത്തിനുള്ളിലാണല്ലോ ഈ 10 ദിവസം വരിക. വിശ്വാസത്തോടെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥയുടെ ജപമാലയിൽ പ്രാർത്ഥിക്കുക. അപ്പനും അമ്മയും മുട്ടുമേൽ നിന്ന് കണ്ണുനീരോടെ പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥയുടെ ജപമാല ചൊല്ലാൻ ആരംഭിച്ചു. 9ാമത്തെ ദിവസം ആ മകന് ആ വിദേശ രാജ്യത്ത് ജോലി ലഭിക്കുക. മടങ്ങിപ്പോരുന്നതിന് തലേ ദിവസം ആ മകന് ജോലി ലഭിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ നിങ്ങൾ തിരിച്ചറിയണമേ: അപ്പനും അമ്മയുടെ പ്രാർത്ഥന, ജപമാല ചൊല്ലിക്കൊണ്ടുള്ള പ്രാർത്ഥന, പരിശുദ്ധാമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവമായ കർത്താവ് ആ കുടുംബത്തെ അല്ലെങ്കിൽ ആ മകനെ അനുഗ്രഹത്തിൻ്റെ ഒരു വ്യക്തിയാക്കി മാറ്റുകയാണ്. നമ്മുടെ കുടുംബം അനുഗ്രഹത്തിൻ്റെ ഭവനമായി മാറുക, ദൈവ അനുഗ്രഹമുള്ള ഭവനമായി മാറുക, വിശുദ്ധീകരണമുള്ള ഒരു കുടുംബമായി മാറുക, സമയം സ്നേഹിക്കുന്ന ഒരു കുടുംബമായി മാറുക. നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് വൈദിക സമർപ്പിത വിളികളെല്ലാം ഉണ്ടാകണമെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ പ്രിയമുള്ള ദൈവമക്കളെ ജപമാല ഉയരണം. അവിടെ പരിശുദ്ധാമ്മയെ നമുക്ക് സ്നേഹിക്കാം. നമ്മുടെ പ്രിയപ്പെട്ട ഭവനത്തെയും ഭവനത്തിലെ ഓരോ വ്യക്തിയെയും
പരിശുദ്ധമ്മയുടെ കരങ്ങൾ വഴി ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് സാധിക്കുന്ന എല്ലാവരും ഇരു കരങ്ങൾ സ്വർഗത്തിലേക്ക് ഈ സമയം ഉയർത്തിപ്പിടിക്കട്ടെ. ശക്തമായൊരു അഭിഷേകം ഞാൻ കുടുംബം മുഴുവനും വെളിപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയം. ദൈവമേ, കുടുംബത്തെ ബന്ധിച്ചിട്ടിരിക്കുന്ന പൈശാചികമായ ശക്തികളും അരൂപികളും തിന്മയുടെ സ്വാധീനങ്ങളും മദ്യപാന ലഹരി അശുദ്ധിയുടെ എല്ലാ തിന്മയുടെ അരൂപികളെയും യേശുവിന്റെ നാമശക്തിയാൽ ഗതിക്കുന്നു, ശാസിക്കുന്നു, ബഹിഷ്കരിക്കുന്നു. വിട്ടുപോകണ്ടേന്ന് യേശുനാമത്തെ കൽപ്പിക്കുന്നു. ശക്തിയോടെ വിളിക്കുന്നു യേശുവേ. യേശുവേ 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 വിളിക്കുന്നു യേശുവേ. യേശുവേ റബീഷ് റബീഷ് യേശുവേ 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 ദൈവമേ, ഓരോ ഭവനത്തെയും ഓരോ വ്യക്തിയെയും ഈ സമയം തിരിച്ചോരയായി വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയും കുടുംബങ്ങളില് ദൈവാനുഗ്രഹം കടന്നു വരട്ടെ. ജപമാല ഭക്തിയുടെ, ജപമാല പ്രാർത്ഥനയുടെ, മാതൃഭക്തിയുടെ വലിയ അഭിഷേകം വിട്ടത്തില് ഓരോ കുടുംബത്തിലും ഈ സമയം വെളിപ്പെടാൻ വേണ്ടി യേശുവിന്റെ നാമത്തെ പ്രാർത്ഥിക്കുന്ന സമയം. ശക്തമായിട്ട് കരങ്ങടിച്ചുകൊണ്ട്, ശക്തമായിട്ട് കരങ്ങടിച്ചുകൊണ്ട് തിരുത്തത്താൽ കഴുകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളെ തിരിച്ചോരയാൽ കഴുകണമേ, വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥ വഴി ദൈവമായ കർത്താവെ ഞങ്ങളുടെ കുടുംബങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിക്കുകയും വലിയ വിടുതലും വലിയ അഭിഷേകവും വലിയ സൗഖ്യവും ദൈവമേ ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം. കരങ്ങളടിച്ച് ചേർത്തുപാട്. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. സാധിക്കുന്നവരെല്ലാം ചേർത്ത് പാടിക്കൊണ്ട് കഴുകണമേ, മറ്റാരെയും ശ്രദ്ധിക്കാതെ രക്തത്താൽ കഴുകണമേ. ഇരുകരം ഉയർത്തിയടിച്ചു തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. അഭിഷേകത്തോടെ രക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. തിരുരക്തത്താൽ കഴുകണമേ, യേശുവിന്റെ രക്തത്താൽ കഴുകണമേ. വിളിക്കുന്നു യേശുവേ. യേശുവേ 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 യേശുവേ. ഇരുകരങ്ങൾ കൂപ്പി ശിരസ്സ് നമിച്ച് പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും അങ്ങേക്കാരാധന. ഈ സമയം ഭക്തിപൂർവ്വം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയമാണ്. എല്ലാ വ്യക്തികളും വലിയ ദാഹത്തോടു കൂടി ഈ ദിവസത്തെ ജപമാല ശുശ്രൂഷയിൽ പങ്കുചേർന്ന് പ്രാർത്ഥിക്കുക. അളവില്ലാത്ത സകല നന്മ സ്വരൂപനായിരിക്കുന്ന സർവേശ്വര കർത്താവെ, എളിയവരും നന്ദിയേറ്റ പാപികളുമായ ഞങ്ങൾ നിസ്സിമ പ്രതാപവാനായ അങ്ങേ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ അയോഗ്യരായിരിക്കുന്നു.
എങ്കിലും അങ്ങേ അനന്തമായ ദയയിൽ ശരണപ്പെട്ടുകൊണ്ട് പരിശുദ്ധ ദൈവമാതാവിൻ്റെ സ്തുതിക്കായി ജപമാല അർപ്പിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഈ ജപം ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ ചെയ്യുന്നതിന് കർത്താവെ ഞങ്ങളെ സഹായിക്കണമേ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ചടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്തു സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞങ്ങൾ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നത്തെ വേണ്ട ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. പിതാവായ ദൈവത്തിന്റെ മകളായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവവിശ്വാസമെന്ന് പുണ്യമുണ്ടായി ഫലം ചെയ്യുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പുത്രനായ ദൈവത്തിന്റെ മാതാവായിരിക്കുന്ന പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവശരണമെന്ന പുണ്യമുണ്ടായി വളരുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പരിശുദ്ധാത്മാവായ ദൈവത്തിന് ഏറ്റവും പ്രിയമുള്ള പരിശുദ്ധ മറിയമേ, ഞങ്ങളിൽ ദൈവസ്നേഹം എന്ന പുണ്യമുണ്ടായി വർദ്ധിക്കുന്നതിന് അങ്ങേ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. സന്തോഷകരമായ ദിവ്യരഹസ്യങ്ങൾ. ഒന്നാം ദിവ്യരഹസ്യം, പരിശുദ്ധ ദൈവമാതാവ് ഗർഭം ധരിച്ച് ഈശോ മിശിഹായെ പ്രസവിക്കുമെന്ന മംഗളവാർത്ത ഗബ്രിയേൽ മാലാഹ ദൈവകൽപ്പനയാൽ അറിയിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ചൊല്ലി ധ്യാനിക്കുമ്പോൾ നമ്മുടെ മാതാപിതാക്കളെയും കുഞ്ഞുമക്കളെയും ഈ രഹസ്യത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ.
നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രണ്ടാം ദിവരഹസ്യം. ഏലീശാമ ഗർഭിണിയായ വാർത്ത കേട്ടപ്പോൾ പരിശുദ്ധ കന്യാമറിയം അവളെ സന്ദർശിച്ച് 3 മാസം വരെ അവൾക്ക് ശുശ്രൂഷ ചെയ്തു എന്നതിനുമേൽ ധ്യാനിക്കാം. തിന്മയുടെ ശക്തികൾ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മാറിപ്പോകുവാൻ വേണ്ടി പരിശുദ്ധ മാതാവിൻ്റെ മാധ്യസ്ഥം നമുക്ക് തേടി പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു.
പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മൂന്നാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ഉദരത്തിൽ ഉത്ഭവിച്ച ദൈവമാനെ പ്രസവിപ്പാൻ കാലമായപ്പോൾ ബെത്ലഹേം നഗരിയിൽ പാതിരായ്ക്ക് പ്രസവിച്ച് ഒരു പുൽത്തൊട്ടിയിൽ കിടത്തി എന്ന് ധ്യാനിക്കുക. രഹസ്യം ധ്യാനിക്കുമ്പോൾ രോഗികളും വാർദ്ധക്യവും വന്ന നമ്മുടെ കുടുംബങ്ങളിലായിരിക്കുന്ന എല്ലാവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ, സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ.
നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ എന്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നാലാം ദിവരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തന്റെ ശുദ്ധീകരണത്തിന് നാൾ വന്നപ്പോൾ ഈശോ മിശിഹായെ ദേവാലയത്തിൽ കൊണ്ടുചെന്ന് ദൈവത്തിന് കാഴ്ചവെച്ച് ശിമയോൻ എന്ന മഹാത്മാവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു എന്ന് ധ്യാനിക്കുക. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലുള്ള പഠിക്കുന്ന വിദ്യാർത്ഥിനികളെ നമുക്ക് സമർപ്പിക്കാം. അവരുടെ വിദ്യാഭ്യാസത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഭാവി ജീവിതത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. അവരുടെ വിശുദ്ധീകരണത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അങ്ങ് വേണ്ടിയ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി,
കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് ആനയിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അഞ്ചാം ദിവ്യരഹസ്യം. പരിശുദ്ധ ദൈവമാതാവ് തൻ്റെ ദൈവമാരന് 12 വയസ്സായിരിക്കുമ്പോൾ അവിടുത്തെ കാണാതായി അന്വേഷിച്ചിട്ട് 3-ാം ദിവസം ദേവാലയത്തിൽ വെച്ച് വേദശാസ്ത്രികളുമായി തർക്കിച്ചിരിക്കുകയിൽ അവിടുത്തെ കണ്ടെത്തി എന്നതിന് മേൽ നമുക്ക് ധ്യാനിക്കാം. ഈ രഹസ്യം ധ്യാനിക്കുമ്പോൾ നമ്മുടെ കുടുംബങ്ങളിലെ യുവജനങ്ങളെ സമർപ്പിക്കാം. അവരിലുള്ള ദുശ്ശീലങ്ങൾ, തഴക്കദോഷങ്ങൾ, ഇവയെല്ലാം നമുക്ക് സമർപ്പിക്കാം. അവരുടെ ഭാവി ജീവിതത്തെ ഈ രഹസ്യത്തിലേക്ക് സമർപ്പിച്ച് ഒന്ന് ചേർന്ന് പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയോട് കൂടെ
സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സുസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഓ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും പ്രത്യേകിച്ച് അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ളവരെയും സ്വർഗ്ഗത്തിലേക്ക് അയക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ജപമാല സമർപ്പണം. മുഖ്യദൂതനായ വിശുദ്ധ മിഖായേലെ, ദേവദൂതന്മാരായ വിശുദ്ധ ഗബ്രിയേലെ, വിശുദ്ധ റഫായേലെ, സ്ലീഹന്മാരായ മാർ പത്രോസേ, മാർ പൗലോസേ, മാർ യോഹന്നാനെ, മഹാത്മാവായ വിശുദ്ധ യൗസേപ്പേ, ഞങ്ങളുടെ പിതാവായ മാർത്തോമായെ, ഞങ്ങൾ വലിയ പാപികളായിരിക്കുന്നുവെങ്കിലും ഞങ്ങൾ ജപിച്ച ഈ പ്രാർത്ഥന നിങ്ങളുടെ കീർത്തനങ്ങളോടുകൂടെ ഒന്നായി ചേർത്ത് പരിശുദ്ധ ദൈവമാതാവിൻ്റെ തൃപ്പാദത്തിങ്കൽ കാഴ്ചവെക്കുവാൻ നിങ്ങളോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ അനുഗ്രഹിക്കണമേ, കർത്താവെ അനുഗ്രഹിക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ, മിശിഹായെ ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. സ്വർഗസ്ഥനായ പിതാവായ ദൈവമേ, ഭൂലോകരക്ഷകനായ പുത്രനായ ദൈവമേ, പരിശുദ്ധാത്മാവായ ദൈവമേ, ഏകദൈവമായ പരിശുദ്ധ ത്രിത്വമേ, പരിശുദ്ധ മറിയമേ, ദൈവത്തിന്റെ പരിശുദ്ധ ജനനേ, കന്യകകൾക്ക് മകുടമായ നിർമ്മല കന്യകേ, മിശിഹായുടെ മാതാവേ, ദൈവവരപ്രസാദത്തിന്റെ മാതാവേ, ഏറ്റവും നിർമ്മലയായ മാതാവേ, അത്യന്ത വിരക്തയായ മാതാവേ, കളങ്കമറ്റ മാതാവേ, കന്യകാത്വത്തിന് ഭംഗം വരാത്ത മാതാവേ, സ്നേഹത്തിന് ഏറ്റവും യോഗ്യയായ മാതാവേ, അത്ഭുതത്തിന് വിഷയമായ മാതാവേ, സതുപദേശത്തിന്റെ മാതാവേ, സൃഷ്ടാവിന്റെ
കർത്താവിന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കരുണയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രത്യാശയുടെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രക്ഷകന്റെ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിവേകമതിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വണക്കത്തിന് ഏറ്റവും യോഗിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്തുതിക്ക് യോഗിയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മഹാവല്ലഭയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കനിവുള്ള കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഏറ്റവും വിശ്വസ്തയായ കന്യകേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. നീതിയുടെ ദർപ്പണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യജ്ഞാനത്തിന്റെ സിംഹാസനമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഞങ്ങളുടെ സന്തോഷത്തിന്റെ കാരണമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആധ്യാത്മിക പ്രാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ബഹുമാനത്തിന്റെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അത്ഭുതകരമായ ഭക്തിയുടെ പാത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദിവ്യരഹസ്യം നിറഞ്ഞിരിക്കുന്ന റോസാ പുഷ്പമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദാവീദിന്റെ കോട്ടയെ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർണാലയമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വാഗ്ദാനത്തിന്റെ പേടകമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗത്തിന്റെ വാതിലേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഉഷകാല നക്ഷത്രമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. രോഗികളുടെ ആരോഗ്യമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പാപികളുടെ സങ്കേതമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കുടിയേറ്റക്കാരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പീഡിതരുടെ ആശ്വാസമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ക്രിസ്ത്യാനികളുടെ സഹായമേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. മാലാഖമാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പൂർവ്വപിതാക്കന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ദീർഘദർശികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്ലീഹന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വേദസാക്ഷികളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. വന്ദകന്മാരുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കന്യകകളുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സകല വിശുദ്ധരുടെയും രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. അമലോത്ഭവയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സ്വർഗാരോപിതയായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പരിശുദ്ധ ജപമാലയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. കർമ്മര സഭയുടെ അലങ്കാരമായ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. സമാധാനത്തിന്റെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. തിരുസഭയുടെ രാജ്ഞി, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദിവ്യ കുഞ്ഞാടേ, കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സർവേശ്വരന്റെ പുണ്യപൂർണയായ മാതാവേ, ഇതാ ഞങ്ങൾ നിന്നിൽ അഭയം തേടുന്നു. ഞങ്ങളുടെ ആവശ്യ നേരത്ത് ഞങ്ങളുടെ അപേക്ഷകൾ ഉപേക്ഷിക്കരുതേ. ഭാഗ്യവതിയും അനുഗ്രഹീതയുമായ കന്യകാ മാതാവേ, സകല ആപത്തുകളിൽ നിന്നും എപ്പോഴും ഞങ്ങളെ കാത്തുകൊള്ളണമേ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. കർത്താവേ, പൂർണ്ണ മനസ്സോടുകൂടെ സാഷ്ടാംഗം വീണു കിടക്കുന്ന ഈ കുടുംബത്തെ തൃക്കൺ പാർത്ത് നിത്യകന്യകയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ അപേക്ഷയാൽ സകല ശത്രുക്കളുടെ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. പരിശുദ്ധ രാജ്ഞി, കരുണയുള്ള മാതാവേ സ്വസ്തി. ഞങ്ങളുടെ ജീവനും മാധുര്യവും ശരണവുമേ സ്വസ്തി. ഹൗവായുടെ പുറന്തള്ളപ്പെട്ട മക്കളായി ഞങ്ങൾ അങ്ങേ പക്കൽ നിലവിളിക്കുന്നു. കണ്ണുനീരിന്റെ താഴ്വരയിൽ നിന്ന് കരഞ്ഞ് അങ്ങേ പക്കൽ ഞങ്ങൾ നെടുവേർപ്പെടുന്നു. ആകയാൽ ഞങ്ങളുടെ മധ്യസ്ഥെ, അങ്ങയുടെ കരുണയുള്ള കണ്ണുകൾ ഞങ്ങളുടെ നേരെ തിരിക്കണമേ. ഞങ്ങളുടെ പ്രവാസത്തിന് ശേഷം അങ്ങയുടെ ഉദരത്തിന്റെ അനുഗ്രഹീത ഫലമായി ഈശോയെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ. കരുണയും വാത്സല്യവും മാധുര്യവും നിറഞ്ഞ കന്യകാമറിയമേ, ആമേൻ. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ മാതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. പ്രാർത്ഥിക്കാം. സർവശക്തന് നിത്യമായ സർവേശ്വര, ഭാഗ്യവതിയായിരിക്കുന്ന പരിശുദ്ധ മറിയത്തിന്റെ ആത്മാവും ശരീരവും പരിശുദ്ധാത്മാവിന്റെ അനുഗ്രഹത്താൽ അങ്ങേ ദിവ്യപുത്രന് യോഗ്യമായ പീഠമായിരിക്കാൻ ആദിയിൽ അങ്ങ് നിശ്ചയിച്ചുവല്ലോ. ഈ ദിവ്യമാതാവിനെ നനച്ചു സന്തോഷിക്കുന്ന ഞങ്ങൾ അവളുടെ ശക്തിയുള്ള അപേക്ഷയാൽ ഈ ലോകത്തിലുള്ള സകല ആപത്തുകളിൽ നിന്നും നിത്യമരണത്തിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കപ്പെടുവാൻ കൃപ ചെയ്യണമേ. ഈ അപേക്ഷകളൊക്കെയും ഞങ്ങളുടെ കർത്താവ് ഈശോ മിശിഹായുടെ യോഗ്യതകളെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നരുളണമേ. ആമേൻ. നമ്മുടെ കുടുംബങ്ങളെ വിശുദ്ധീകരിക്കാൻ വേണ്ടി പരിശുദ്ധമ്മയുടെ അതിശക്തമായ മാധ്യസ്ഥ നമ്മൾ തേടി പ്രാർത്ഥിക്കുകയായിരുന്നു. പ്രിയമുള്ള ദൈവമക്കളെ, ഈ സമയം ദൈവം നമ്മെ
ആശീർവദിക്കുന്ന സമയം ഈ ആശീർവാദ വേളയിൽ കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് യേശുവേ ഞങ്ങളുടെ കുടുംബങ്ങളെ വലിയ അനുഗ്രഹത്തിൻ്റെ ഭവനങ്ങളായി മാറ്റണമേ എന്ന് ആഗ്രഹിച്ച് നമുക്ക് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്തിനു നീ മോചനമേകി ദിവ്യകടാക്ഷം തൂഗണമേ വത്സലസുധരിൽ നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാം ദിവ്യകാരുണ്യമേ,